നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആൻഡ് മെറ്റീരിയൽസ്. മെയിനായിട്ട് നമ്മുടെ എഞ്ചിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ എഞ്ചിനകത്ത് വരുന്നത്. ഒന്നാമതായിട്ട് നമുക്കറിയാം സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എഞ്ചിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ഏറ്റവും മുകളിൽ വരുന്ന പാർട്ടിന് പറയുന്ന പേരാണ് സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡിന് തൊട്ട് താഴെ എന്തോരും സിലിണ്ടർ ബ്ലോക്ക് വരും അല്ലേ? ആ സിലിണ്ടർ ബ്ലോക്ക് അതിന് താഴെ എന്ത് വരും? ഓയിൽ പാൻ വരും. ഈ സിലിണ്ടർ ഹെഡും ഈ സിലിണ്ടർ ബ്ലോക്കും ഓയിൽ പാനും എല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ പ്രാക്ടിക്കലിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഓരോ സിലിണ്ടർ ഹെഡിൽ എന്തൊക്കെ വരും, സിലിണ്ടർ ബ്ലോക്കിൽ ഏതൊക്കെ പാർട്സുകളാണ് വരുന്നത്, ഓയിൽ പാനിൻ്റെ അത് എന്തൊക്കെ പാർട്സുകളാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മെറ്റീരിയൽ കൊണ്ടാണ്. ഒന്ന് കാസ്റ്റ് അയൺ. പഴയ ടൈപ്പ് എഞ്ചിനെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഇപ്പം നൂതന സാങ്കേതിക വിദ്യകളൊക്കെ വന്നു, എല്ലാത്തിനും ലൈറ്റ് വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മാനുഫാക്ചേഴ്സ് എല്ലാം മാക്സിമം വാഹനങ്ങളുടെ വെയിറ്റ് കുറയ്ക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിന് മാറ്റം വന്നു. മോഡേൺ രീതി അനുസരിച്ച് ലൈറ്റ് വെയിറ്റ് എഞ്ചിൻസ് ആണ് പുതിയ വാഹനങ്ങളിലെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേ കാസ്റ്റ് അയൺ മാറിയിട്ട് അലൂമിനിയം അലോയ്. എന്തിനാണ് അലൂമിനിയം അലോയ് പ്രൊവൈഡ് ചെയ്തത്? എഞ്ചിനെ ലൈറ്റ് വെയിറ്റ് ആക്കുന്നത്. അപ്പം നമ്മുടെ സിലിണ്ടർ ഹെഡാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിലിണ്ടർ ഹെഡ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഗ്രേ കാസ്റ്റ് അയൺ. പുതിയ ഇപ്പോൾ ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ട്. പഴയ മോഡൽ എഞ്ചിനെല്ലാം ഗ്രേ കാസ്റ്റ് അയണാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയത് വന്നിട്ട് അലൂമിനിയം അലോയ്. ഇതുകൊണ്ടാണ് ഹെഡ് നിർമ്മിച്ചിരിക്കുന്നത്. സിലിണ്ടർ ഹെഡിനകത്ത് നമ്മളത് ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതിൽ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു. സിലിണ്ടർ ഹെഡിനകത്ത് വന്നിട്ട് വാൽവുകൾ വരും. വാൽവ് വന്നിട്ടില്ലേ? ക്രോക്കറാം വരും, പുഷ് റോഡ് വരും അല്ലേ? സിലിണ്ടർ ഹെഡിലല്ലേ ഇതെല്ലാം വരുന്നത്. എന്തൊക്കെ വരുന്നത്? വാൽവ്, റോക്കറാം, പുഷ് റോഡ്, വാൽവ് സ്പ്രിങ്, ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സിലിണ്ടർ ഹെഡിൽ. പുതിയ നൂതന സാങ്കേതിക വിദ്യ അനുസരിച്ച്, അതായത് CRDI എന്ന് പറയുന്ന ഇപ്പോൾ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡീസൽ എഞ്ചിൻ ടെക്നോളജി ഉണ്ടല്ലോ, അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്യാം ആണ് വരുന്നത്. ആ ക്യാം എവിടെ വരുന്നത്? അതും ഈ സിലിണ്ടർ ഹെഡിനകത്താണ് വരുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ തന്നെയാണ് വരുന്നത്. 2 ക്യാം വരും. അത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ച് ഹെഡും സിലിണ്ടർ ഹെഡിലാണ് ക്യാം ഷാഫ്റ്റും വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് സിലിണ്ടർ ബ്ലോക്ക്. എന്താണ് സിലിണ്ടർ ബ്ലോക്ക്? ഒരു എഞ്ചിന്റെ കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺ, ക്രാങ്ക് ഷാഫ്റ്റ്, ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന എവിടെയാ? സിലിണ്ടർ ബ്ലോക്ക്. ആ സിലിണ്ടർ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലൂമിനിയം അലോയ്. പഴയ എഞ്ചിനുകളെല്ലാം കാസ്റ്റ് അയൺ ആണ്. പുതിയ മോഡേൺ എഞ്ചിനുകളെല്ലാം അലൂമിനിയം അലോയ് ആണ്. നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ എഞ്ചിന്റെ ഭാരം കുറയ്ക്കുക, അതിന്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അലൂമിനിയം അലോയാണ് പുതിയ തരം എഞ്ചിനുകളിലെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിലിണ്ടർ ബ്ലോക്കിനകത്ത് എന്തൊക്കെ വരും? ക്രാങ്ക് ഷാഫ്റ്റ് വരും, കണക്റ്റിംഗ് റോഡ് വരും, ബിഗ് എൻഡ് ബിയറിംഗ്, സ്മോൾ എൻഡ് ബിയറിംഗ്, പിസ്റ്റൺ റിങ്സ്, പിസ്റ്റൺസ്, വാട്ടർ ജാക്കറ്റ്, ഓയിൽ ജാക്കറ്റ്, ഇതെല്ലാം വരുന്നത് എവിടെയാണ്? ഈ സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിന്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സിലിണ്ടർ ബ്ലോക്കിന്റെ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ നോക്കിയാൽ ഒരു എഞ്ചിന്റെ മുൻവശവും പിൻവശവും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു എഞ്ചിന്റെ മുൻവശം എന്ന് പറയുന്നത് ഇതിലാണ് നമ്മൾ പുള്ളി ഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ബെൽറ്റ്, ബി ബെൽറ്റും എല്ലാം വരുന്നത്. എവിടെയാണ്? എഞ്ചിന്റെ മുൻവശത്ത്. നേരെ മറിച്ച് എഞ്ചിന്റെ പിൻവശം എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് നമുക്കറിയാമോ? ഫ്ലൈ വീല് വരുന്ന ഭാഗമാണ് ഒരു എഞ്ചിന്റെ പിറകുവശം. അത് സിലിണ്ടർ ബ്ലോക്കിന്റെ മുൻവശത്തപ്പോൾ എന്തൊക്കെയാ വരുന്നത്? പുള്ളി വരും, ബെൽറ്റ് വരും. അത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, അത് മുൻവശമെന്നും. ഫ്ലൈ വീല് വരുന്ന ഭാഗത്ത് നമുക്ക്
എന്ത് പറയാൻ പറ്റും? പിൻവശം എന്ന് പറയും. അപ്പം നമ്മൾ ഇഗ്നിഷൻ ഓണാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇഗ്നിഷൻ കീ വന്നിട്ട് സ്റ്റാർട്ടർ മോട്ടറിലെ ബെൻഡക്സ് വഴി ഫ്ലൈ വീലിനെ തിരിക്കും. ഈ ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങും. ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? പിസ്റ്റൺ മുകളിലേക്ക് താഴോട്ടും ചലിക്കും. ആ ചലിക്കുന്നതിന്റെ ഫലമായിട്ട് വാൽവുകൾ ഓപ്പറേറ്റ് ആയി തുടങ്ങും. ഈ ക്രാങ്ക് ഷാഫ്റ്റ് ക്യാം ഷാഫ്റ്റിനെ തിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു കറക്കം ക്യാം ഷാഫ്റ്റിന്റെ അരക്കറക്കമാണ്. അതായത് ക്യാം ഷാഫ്റ്റ് ഒരു വട്ടം കറങ്ങുമ്പോൾ ക്യാം ഷാഫ്റ്റ് അരക്കറക്കം ഹാഫ് മോഷൻ പൊസിഷനിൽ കറങ്ങും. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്യാം ഷാഫ്റ്റ് പകുതി റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. ക്യാം ഷാഫ്റ്റ് 2 പ്രാവശ്യം കറങ്ങുമ്പോഴാണ് ക്രാങ്ക് ഷാഫ്റ്റ് 2 പ്രാവശ്യം കറങ്ങുമ്പോൾ ക്യാം ഷാഫ്റ്റ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. ആ ക്യാം ഷാഫ്റ്റ് ആണ് ഈ പറയുന്ന വാൽവ് സിലിണ്ടർ ഹെഡിൽ കൊടുത്തിരിക്കുന്ന വാൽവ് പുഷ് റോഡിന് മുകളിലേക്ക് ഉയർത്തി പ്രോഗ്രാമിനെ പ്രസ് ചെയ്ത് വാൽവുകൾ ഓപ്പൺ ആക്കുന്നത് ഈ പറയുന്ന സിലിണ്ടർ ഹെഡില് നമ്മളെ പ്രോഗ്രാം വന്നിട്ട് വാൽവുകളെ പ്രസ് ചെയ്യും. ആ വാൽവ് ഇൻലെറ്റ് വാൽവിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഫ്യുവൽ പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എയർ ഫ്യുവൽ മിശ്രിതം സിലിണ്ടറിനുള്ളിലേക്ക് പ്രവേശിക്കും. ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എയർ ഉള്ളിലേക്ക് പ്രവേശിക്കും. ആ പ്രോസസ് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം സിലിണ്ടർ ബ്ലോക്ക് എന്തൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാസ്റ്റ് അയൺ, പഴയ മോഡൽ, പഴയ രീതിക്ക് ഉള്ള മാനുഫാക്ചേഴ്സ് എല്ലാം കാസ്റ്റ് അയൺ മെയ്ഡ് എഞ്ചിൻസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇപ്പൊ മോഡേൺ സാങ്കേതിക വിദ്യ അനുസരിച്ച് ലൈറ്റ് വെയിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നപ്പോഴത്തേക്ക് മാനുഫാക്ചേഴ്സ് എല്ലാം വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഫലമായി അലൂമിനിയം അലോയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, ഇതിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക്, ഓയിൽ സമ്പ് അല്ലെങ്കിൽ ഓയിൽ പാൻ എന്ന് പറയാം. അപ്പോൾ ഓയിൽ സമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഈ ഓയിൽ സമ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ പാൻ എന്ന് പറയുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്നത് പ്രസ്ഡ് സ്റ്റീൽ കൊണ്ടാണ് ഓയിൽ സമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഓയിൽ സമ്പിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഓയിൽ സമ്പിനകത്ത് ഒരു ഓയിൽ സക്ക് ചെയ്ത് കയറ്റാൻ വേണ്ടി ഒരു പമ്പ് ചെയ്യാൻ വേണ്ടി ഒരു പമ്പ് വരും, ഒരു ഫിൽട്ടർ വരും. ഈ എൻജിൻ ഓണാവുന്ന സമയത്ത് ഈ ഫിൽട്ടർ ഈ ഓയിലിനെ എന്ത് ചെയ്യും? മുകളിലോട്ട് വാക്വം ചെയ്ത് മുകളിൽ കയറും. എവിടെ കയറും? സിലിണ്ടർ ബ്ലോക്കിനകത്ത് ഓയിൽ ഹോൾസിനകത്ത് കയറും. എന്തിനാ ഓയിൽ ഹോൾസിൽ പോകുന്നത്? എഞ്ചിന് ഫ്രിക്ഷൻ കുറയ്ക്കാൻ, ലൂബ്രിക്കേഷൻ കൊടുക്കാൻ, എഞ്ചിനെ കൂൾ ചെയ്യാൻ വേണ്ടി ഈ ഓയിൽ നേരെ സിലിണ്ടർ ബ്ലോക്കിലെ ഓയിൽ ഹോൾസ് വഴി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഒരു പമ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ആ പമ്പുകൾ തന്നെ 3-4 തരത്തിലുള്ള പമ്പുകളുണ്ട്. നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ആ എഞ്ചിന്റെ കപ്പാസിറ്റിയും അതിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് ആ പമ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് തന്നെ ഗിയർ ടൈപ്പ് വരുന്നുണ്ട്, റോട്ടറി ടൈപ്പ് വരുന്നുണ്ട്, മെയിൻ ടൈപ്പ് പമ്പ് വരുന്നുണ്ട്. ഇങ്ങനെ 3-4 ടൈപ്പിലുള്ള പമ്പുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പമ്പുകളാണ് ഈ മോഷനെ, അതായത് ഓയിലിനെ സക്ക് ചെയ്ത് ഈ സിലിണ്ടർ ബ്ലോക്കിനകത്തുള്ള ഓയിൽ ഹോൾസിലെല്ലാം ലൂബ്രിക്കേഷൻ എത്തിക്കുന്നത്. ആ ലൂബ്രിക്കേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ കൂടിയിട്ട് പിസ്റ്റൺ പോയിട്ട് പിസ്റ്റൺ എവിടെ പിടിക്കും? സിലിണ്ടർ ലൈനേഴ്സിനകത്ത് പിടിക്കും അല്ലേ? സിലിണ്ടർ ലൈനറിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്ട്രക്കാവും. പിസ്റ്റൺ സ്ട്രക്കാവുമ്പോൾ എന്ത് സംഭവിക്കും? കണക്റ്റിംഗ് റോഡ് ബെൻഡാവും. കണക്റ്റിംഗ് റോഡ് ബെൻഡായാൽ എന്ത് പറ്റും? എൻജിൻ സ്ട്രക്കാവും. പിന്നെ വർക്കാവൂല, ഈ സിസ്റ്റം വർക്കാവത്തില്ല. അത് കൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 3 ഘടകങ്ങൾ, അതായത് ഏതൊക്കെയാന്ന് വെച്ചാൽ സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക്, ഓയിൽ സമ്പ്, ഓയിൽ പാൻ, ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് എൻജിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിനകത്ത് വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കണ്ടതിന് ശേഷം കമൻ്റായിട്ട്
രേഖപ്പെടുത്താമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കി